കുട്ടികളിലെ ഇന്നോവേഷനും സ്കില്ലിങ്ങും പ്രോത്സാഹിപ്പിക്കുക എന്ന ഉദ്ദേശത്തോടുകൂടി ഇത്തവണ ശാസ്ത്രമേളയോടനുബന്ധിച്ച് തുടങ്ങിയൊരു പ്രോഗ്രാമാണ് YIP എന്ന് പറയുന്നത്. ഇതിന് പാലക്കാട് ജില്ലാ കോർഡിനേറ്റർ കിരൺ ദേവ്, അദ്ദേഹത്തെ നമുക്ക് എന്താണ് ഈ പ്രൊജക്ട് എന്ന് അറിയാൻ വേണ്ടി അദ്ദേഹത്തോട് നമുക്ക് ചോദിച്ചു നോക്കാം. നമ്മൾ ഇപ്രാവശ്യത്തെ ശാസ്ത്രമേളയുമായി ബന്ധപ്പെടുത്തിക്കൊണ്ട് ഇപ്രാവശ്യം തുടങ്ങിയിട്ടുള്ളതാണ് ഇന്നോവേഷൻ സോൺ YIP ശാസ്ത്രപഥം എന്ന് പറയുന്ന പ്രോഗ്രാം. അതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ YIP ശാസ്ത്രപഥത്തിൻ്റെ ഒരു പവലിയനാണ്. ഇവിടെ നമ്മൾ YIP 7.0 വിജയിച്ചിട്ടുള്ള, സംസ്ഥാന തലത്തിൽ വിജയിച്ചിട്ടുള്ള കുട്ടികളുടെ അവരുടെ പ്രൊഡക്റ്റുകൾ ഇവിടെ പ്രദർശനത്തിന് വെച്ചിരിക്കുകയാണ്. അപ്പോൾ പബ്ലിക്കായിട്ട് വരുന്ന ആളുകൾക്കും അതുപോലെ തന്നെ ഗവൺമെൻറ് ഓഫീഷ്യൽസിനും മറ്റ് എല്ലാവർക്കും വന്ന് കാണുന്നതിന് വേണ്ടിയിട്ടും കുട്ടികളുടെ പുതിയ ഐഡിയയ്ക്ക് അവർക്ക് എന്തെങ്കിലും രീതിയിൽ കോൺട്രിബ്യൂട്ട് ചെയ്യാൻ പറ്റുമെങ്കിൽ ആ രീതിയിൽ ചെയ്യുന്നതിന് വേണ്ടിയിട്ടും കുട്ടികളെ സഹായിക്കുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മളിവിടെ ഒരു പ്രോഗ്രാം ഒരുക്കിയിട്ടുള്ളത്. YIP എന്ന് പറയുന്നത് KDISC 2018 ആരംഭിച്ചിട്ടുള്ള KDISCിൻ്റെ ഫ്ലാഗ്ഷിപ്പ് പ്രോഗ്രാമാണ്. അതായത് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയുടെയും അതുപോലെ തന്നെ ബഹുമാനപ്പെട്ട ധനകാര്യ വകുപ്പ് മന്ത്രിയുടെയും പൊതുവിദ്യാഭ്യാസ വകുപ്പ് മന്ത്രിയുടെയും അവരുടെ എല്ലാം നിർദ്ദേശപ്രകാരമായിട്ട് ബഹുമാനപ്പെട്ട ഡോക്ടർ KM എബ്രഹാം സാറിൻ്റെയും ബഹുമാനപ്പെട്ട മെമ്പർ സെക്രട്ടറി ഉണ്ണികൃഷ്ണൻ സാറിൻ്റെയും കൂടെ നേതൃത്വത്തിലാണ് YIP എന്ന് പറയുന്ന ഒരു പ്രോഗ്രാം മുന്നോട്ട് നമ്മൾ വെച്ചിട്ടുള്ളത്. അപ്പം ആ ഒരു പ്രോഗ്രാം നമ്മൾ 4 തലങ്ങളിലായിട്ടാണ് കണ്ടക്ട് ചെയ്യുന്നത്. സ്കൂളുകളിലും അതുപോലെ കോളേജുകളിൽ, മെഡിക്കൽ കോളേജുകൾ, ITI, ഇങ്ങനെ 4 തലത്തിലാണത് കണ്ടക്ട് ചെയ്യുന്നത്. ഈ 4 തലത്തിൽ സ്കൂളുകളിൽ നടത്തുന്ന YIP, ഈ 4 തലത്തിൽ നടത്തുന്ന YIPയും അവരവരുടെ ആ ഡിപ്പാർട്ട്മെൻറ്റുകൾ തന്നെയാണ് ഓണർഷിപ്പ് ചെയ്യുന്നത്. അതിൽ ഏറ്റവും നന്നായി അത് ഓണർഷിപ്പ് ഏറ്റെടുക്കുകയും അത് കൃത്യമായ രീതിയിൽ കുട്ടികളിൽ എത്തിക്കുകയും ചെയ്യുന്നത് പൊതുവിദ്യാഭ്യാസ വകുപ്പാണ്. ഏകദേശം എല്ലാ പ്രാവശ്യം ഏകദേശം 2 ലക്ഷത്തിൽ മുകളിൽ കുട്ടികളെ രജിസ്ട്രേഷൻ നടത്തുകയും അതുപോലെ തന്നെ ഒരുപാട് ഐഡിയാസ് കുട്ടികളിൽ നിന്ന് കൊണ്ടുവരികയും നമുക്ക് ഇപ്രാവശ്യം ചെയ്യാറുണ്ട്. അപ്പോൾ സ്കൂളുകളിൽ നിന്ന് നടത്തുന്ന YIPയുടെ പ്രോഗ്രാമിൻ്റെ പേരാണ് YIP ശാസ്ത്രപഥം എന്ന് പറയുന്നത്. അപ്പം ഈ ഒരു പ്രോഗ്രാം കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത് കുട്ടികളിൽ കൃത്യമായ രീതിയിൽ സ്കില്ലിംഗ് ഡെവലപ്പ് ചെയ്യുക. അതായത് ഇവിടെ നമ്മൾ 30ഓളം തീമുകൾ കൊടുത്തിട്ടുണ്ട്. അഗ്രികൾച്ചർ, ആനിമൽ ഹസ്ബൻഡറി എന്ന് പറഞ്ഞിട്ടുള്ള റിയൽ ടൈം ആയിട്ടുള്ള 30ഓളം തീമുകളുണ്ട്. ഈ 30ഓളം തീമുകളിൽ ഏതെങ്കിലും ഒരു തീമിൽ കുട്ടികൾക്ക് ഐഡിയ സബ്മിറ്റ് ചെയ്യാൻ, അവർക്ക് ഇഷ്ടപ്പെട്ട വിഷയവുമായി ബന്ധപ്പെടുത്തി ഐഡിയ സബ്മിറ്റ് ചെയ്യാനായിട്ട് നമ്മൾ ഒരു അവസരം കൊടുക്കുകയാണ്. അങ്ങനെ ഐഡിയ സബ്മിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ആ ഐഡിയയെ ഡെവലപ്പ് ചെയ്ത് പ്രോഡക്റ്റ് ആക്കുകയും അതിന് പിന്നീട് ഒരു സ്റ്റാർട്ടപ്പിലേക്ക് എത്തിക്കുന്ന രീതിയിലാക്കുന്നതിന് വേണ്ടിയിട്ടുള്ള സപ്പോർട്ടാണ് ഗവൺമെൻറ് കൊടുക്കുന്നത്. അപ്പോൾ ഇതുകൊണ്ട് തന്നെ ആ കുട്ടികൾ എന്താണോ ഇഷ്ടപ്പെട്ടിട്ടുള്ളത് ആ ഇഷ്ടപ്പെട്ട മേഖലയിൽ അവർക്ക് സ്കില്ലിങ് ഡെവലപ്പ് ചെയ്യാനുള്ള ഒരു സാഹചര്യം ഒരുക്കി കൊടുക്കുന്നു. അതിൻ്റെ കൂടെ തന്നെ എൻ്റർപ്രണർഷിപ്പ് എന്താണെന്നുള്ളത് മനസ്സിലാക്കി കൊടുക്കാൻ സാധിക്കുന്നു. അതുപോലെ തന്നെ ഇന്നോവേഷൻ എന്താണ്, ഒരു പ്രോബ്ലം കിട്ടിക്കഴിഞ്ഞാൽ അതിൻ്റെ ഒരു ഇന്നോവേറ്റീവായിട്ട് എങ്ങനെ അത് ഐഡിയ കൊടുക്കാം എന്നുള്ളതിൻ്റെ കൃത്യമായ ഒരു ട്രെയിനിങ് ഇതിലൂടെ YIP ശാസ്ത്രപഥത്തിലൂടെ നമുക്ക് ലഭ്യമാക്കുന്നുണ്ട്. ഇത് YIP ശാസ്ത്രപഥം നടത്തുന്നത് KDISCും SSKയും കൂടെ ചേർന്നിട്ടാണ്. SSKയുടെ ഫുൾ സപ്പോർട്ടോട് കൂടെയാണ്, സ്കൂളുകളിലുള്ള ഫുൾ സപ്പോർട്ടോട് കൂടെയാണ് ഈ ഒരു പ്രോഗ്രാം മുന്നോട്ട് പോകുന്നത്. BRCകളിലൂടെയാണ് ആദ്യഘട്ടത്തിലെ ട്രെയിനിങ്ങുകൾ നടക്കുന്നത്. അപ്പം ഇതൊരു ജോയിൻറ്റഡ് ആയിട്ടുള്ള ഒരു വർക്കാണ്. അതുപോലെ തന്നെ ഇതിൻ്റെ ഒരു പ്രോഡക്റ്റ് ഡെവലപ്മെൻറ്റ് ഒരു സ്റ്റേജ് വരുന്ന സമയത്ത് അവിടെ സ്റ്റാർട്ടപ്പ് മിഷൻ ബന്ധപ്പെടുന്നുണ്ട്. അതുകൂടാതെ ഒരുപാട് കമ്പനികൾ ഇതിലേക്ക് വരുന്നുണ്ട്. പിന്നെ ഇതിൻ്റെ ഒരു ഓവറോൾ ചുമതലകൾ നയിക്കുന്നതിന് വേണ്ടി നമുക്ക് ഡിപ്പാർട്ട്മെൻറ്റുകൾ, അതായത് DC, കോളേജ് ഓഫ് എഡ്യൂക്കേഷൻ, ടെക്നിക്കൽ എഡ്യൂക്കേഷൻ, ഇങ്ങനെയുള്ള എല്ലാ ഡിപ്പാർട്ട്മെന്റുകളും യൂണിവേഴ്സിറ്റികളും ഇതുമായിട്ട് ബന്ധപ്പെടുത്തിയിട്ടുണ്ട് കുട്ടികൾക്ക് മെന്റർഷിപ്പ് കൊടുക്കുന്നതിന് വേണ്ടിയിട്ട്. 2018 തുടങ്ങിയെന്നല്ലേ പറഞ്ഞത്? അപ്പോൾ നിലവിൽ ഏതെങ്കിലും പ്രൊജക്ടുകൾ നമ്മൾ റൺ ചെയ്യുന്നുണ്ടോ? തീർച്ചയായിട്ടും. അതായത് പ്രോഡക്റ്റുകൾ ഡെവലപ്പ് ചെയ്ത് വന്നിട്ടുണ്ട്. ഇപ്പം എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നമ്മുടെ പാലക്കാട് തന്നെ 2018 ഒരു എയ്റോ വാട്ടർ മേക്കർ എന്ന് പറഞ്ഞിട്ട് ഒരു പ്രോജക്റ്റ് ഉണ്ടായിരുന്നു. അത് ആക്ച്വലി ഈ അന്തരീക്ഷത്തിൽ നിന്ന് വെള്ളം വലിച്ചെടുത്തതിനെ ഡ്രിങ്കിങ് വാട്ടർ ആക്കുന്ന ഒരു പ്രോജക്റ്റ് ആണ്. അതിപ്പോൾ നമ്മുടെ ഇന്നോവേഷൻ ടവർ ഉണ്ട്, KDISCിന്റെ ഇന്നോവേഷൻ ടവർ വഴുതക്കാട്, അവിടെ ഇംപ്ലിമെന്റ് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഈ ആലപ്പുഴയിൽ നമ്മൾ പായലുകൾ ഉണ്ടല്ലോ, മറ്റേ വെള്ളത്തിലുള്ളത്, അതൊരു വേസ്റ്റ് ആയിട്ട് മാറുകയാണ് ചെയ്യുന്നത്. അപ്പൊ അതിൽ നിന്നും പ്രോഡക്റ്റുകൾ ഡെവലപ്പ് ചെയ്യുന്ന ഒരു മെത്തേഡ് അത് കൃത്യമായിട്ട് കൊണ്ടുവരികയും അതും ഒരു പ്രോഡക്റ്റുകളാക്കിയിട്ട് ഇപ്പോൾ ഒരു സ്റ്റാർട്ടപ്പ് എന്ന രീതിയിലേക്ക് മുന്നോട്ട് പോകുന്നുണ്ട്. അങ്ങനെ പല രീതിയിലുള്ള എക്സാമ്പിളുകൾ നമുക്കത് കാണിച്ചു കൊടുക്കാനായിട്ട് തയ്യാറെടുക്കുന്ന കുട്ടികൾക്ക് നമുക്ക് കൊടുക്കാൻ പറ്റുന്ന സജഷൻസ് ഉണ്ടോ? അതായത് നമുക്ക് കൃത്യമായിട്ട് നിങ്ങൾ ചെയ്യേണ്ട കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ
ഐഡിയ കണ്ടുപിടിക്കുന്നതിനേക്കാളും പ്രോബ്ലംസ് ഫോക്കസ് ചെയ്യുക, നമുക്ക് ചുറ്റുമുള്ള വിഷയങ്ങളെ നിരീക്ഷിച്ച് അതിൽ നിന്ന് പല വിഷയങ്ങളിലും പ്രോബ്ലംസ് നമുക്ക് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റും. എന്തുകൊണ്ട് അങ്ങനെ സംഭവിക്കുന്നു, എന്തുകൊണ്ട് അങ്ങനെ ഒരു കാരണം നടക്കുന്നു എന്നുള്ളത്, അങ്ങനെ ഒരു പ്രോബ്ലം ഐഡന്റിഫൈ ചെയ്ത് ആ പ്രോബ്ലത്തെ കൃത്യമായി റിസർച്ച് ചെയ്ത് അതിൽ നിന്ന് ഐഡിയ ജനറേറ്റ് ചെയ്യാം. അപ്പൊ നമുക്ക് ഓട്ടോമാറ്റിക്കലി അതൊരു ജെന്യൂൻ ഐഡിയ ആയിരിക്കും. അത് നമുക്ക് ഡെവലപ്പ് ചെയ്ത് ഒരു പ്രോഡക്റ്റിലേക്ക് എത്തിക്കാനുള്ള സാഹചര്യം ഉണ്ട്. അതാണ് കുട്ടികളിൽ YAP കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത്. നമുക്ക് ഇത് കുട്ടികൾക്ക് കിട്ടുന്ന ഒരു ബെനിഫിറ്റ് കൂടെ ഒന്ന് ചുരുക്കി പറയാൻ പറ്റുമോ? കുട്ടികൾക്ക് ഈ പറഞ്ഞ പോലെ മൂന്ന് കാര്യങ്ങളാണ്. സ്കില്ലിങ് എന്താണെന്ന് കൃത്യമായിട്ട് അവർക്ക് അറിയാം, അവരുടെ ഇഷ്ടപ്പെട്ട വിഷയത്തിൽ സ്കില്ലിങ് കൃത്യമായിട്ട് കിട്ടുന്നുണ്ട്. പിന്നെ എന്റർപ്രണർഷിപ്പ് എന്താണെന്ന് അവർക്ക് മനസ്സിലാവും. എന്റർപ്രണർഷിപ്പ് നമ്മൾ കൃത്യമായി ചെയ്യുന്നില്ലെങ്കിൽ എന്റർപ്രണർഷിപ്പ് എന്താണെന്ന് അവർക്ക് മനസ്സിലാക്കി കൊടുക്കുന്നുണ്ട്. ഇന്നോവേഷൻ എന്താണെന്ന് മനസ്സിലാക്കും. അതായത് ഒരു പ്രശ്നം വരുന്ന സമയത്ത് അതിൽ എങ്ങനെയാണ് ഒരു ക്രിട്ടിക്കൽ തിങ്കിങ് എങ്ങനെയാണ്, ക്രിയേറ്റീവ് തിങ്കിങ് എങ്ങനെയാണ്. പിന്നെ ഇത് കൂടാതെ ജില്ലാതലത്തിൽ വിജയിക്കുന്ന കുട്ടികൾക്ക് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി അനൗൺസ് ചെയ്തിട്ടുള്ള 25,000 രൂപയുടെ ക്യാഷ് പ്രൈസും, സംസ്ഥാന തലത്തിൽ വിജയിക്കുന്ന കുട്ടികൾക്ക് 50,000 രൂപയുടെ ക്യാഷ് പ്രൈസ് കൊടുക്കുന്നുണ്ട്. അത് അവരുടെ ആ ഒരു പ്രോത്സാഹിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ളതാണ്. അപ്പൊ ഏകദേശം സ്റ്റേറ്റ് ലെവലിൽ വിജയിക്കുന്ന കുട്ടികൾക്ക് 75,000 രൂപയുടെ ക്യാഷ് പ്രൈസ് ഗവൺമെന്റ് അവിടെ കൊടുക്കുന്നുണ്ട്. ഇപ്പൊ ഇവിടെ ഇപ്പൊ നമുക്ക് 23 ടീമുകളാണ് വിന്നേഴ്സ് ആയിട്ട് വരുന്നത്. ഈ 23 ടീമുകൾക്കും നമുക്ക് 75,000 രൂപയുടെ ക്യാഷ് പ്രൈസ് നമ്മൾ കൊടുക്കുന്നുണ്ട്. 6.0 വരെയുള്ള സ്കൂളുകളുടെ എല്ലാം നമ്മൾ കൊടുത്ത് തീർക്കുകയും ചെയ്തിട്ടുണ്ട്. അപ്പം അതൊരു വലിയ പ്രോത്സാഹനമാണ് കുട്ടികൾക്ക് കിട്ടുന്നത് ഒരു ഇതിനു വേണ്ടി. അപ്പൊ അത്രയും ഇമ്പോർട്ടൻസ് ആണ് ഗവൺമെന്റ് ഈ ഒരു പ്രോഗ്രാമിന് കൺസിഡർ ചെയ്യുന്നത്.